ഇവിടെ നടന്ന സംഭവം കണ്ട് പേടിച്ച് അവൻ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയി കാണും. അന്ന് റെസ്റ്റോറന്റിൽ വെച്ചു ഇങ്ങനെയായിരുന്നു. ആരവിന്റെ അടി കൊണ്ട് വീണ മന്ത്രിയുടെ മകൻ പിന്നീട് മരണപ്പെട്ടു. അപ്പൊ ഇവൾ അങ്ങനെ തട്ടിപ്പോവോ? മേഘെ, നീ അങ്ങനൊന്നും പറയാതെ. പാവം ആരവ്. നമ്മൾ കാരണം അവൻ ഒരു പ്രശ്നത്തിൽ നിന്ന് മറ്റൊരു പ്രശ്നത്തിലേക്ക് അകപ്പെടുകയാണല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? നമുക്ക് ഇപ്പൊ തന്നെ ഹോസ്റ്റലിലേക്ക് പോവാം. ഞാൻ ബാഗ് എടുത്തിട്ട് വരാം. അത് വേണ്ട. അതെന്താ, ഹോസ്റ്റലിലേക്ക് പോണ്ടേ? ഹോസ്റ്റലിലേക്ക് പോണം. നിന്റെ അമ്മ എവിടെ ഇല്ലാത്തപ്പോ നീ ഇറങ്ങി വരുന്നത് ശരിയല്ല. നിന്റെ അമ്മയുടെ പെർമിഷനോടെ വരുമ്പോഴേ നിനക്ക് ആ പഴയ സന്തോഷം തിരിച്ചു കിട്ടും. ഇവളുടെ അമ്മ പെർമിഷൻ കൊടുക്കാതിരുന്നാലോ? ആദ്യം ഇവളുടെ അങ്കിളുടെ സ്ഥിതി എന്താണെന്ന് അറിയണം. ബാക്കി കാര്യം അത് കഴിഞ്ഞ് നമുക്ക് തീരുമാനിക്കാം. അനു, നീ ടെൻഷൻ ആവണ്ട. ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെ ഒരു ഹോം സ്റ്റേയിലുണ്ട്. എന്താവശ്യം വന്നാലും വിളിച്ചാൽ മതി, ഞങ്ങൾ ഇവിടെ എത്തും. നിന്നെ കാണാൻ കഴിഞ്ഞല്ലോ, അത് എന്നെ സന്തോഷം. നീ സമാധാനായിട്ടിരിക്കെ, എല്ലാം ശരിയാവും. രഘുനന്ദന്റെ വീഴ്ച ഒരു സാധാരണ വീഴ്ച അല്ലല്ലോ മാഡം. എങ്ങനെയാണ് വീണതെന്ന് ആർക്കും അറിയില്ലേ? വീട്ടില് മകള് മാത്രമേ അപ്പോ ഉണ്ടായിരുന്നുള്ളൂ. അവളും കണ്ടില്ല. വീണ് കിടക്കുന്നതാ അവള് കണ്ടത്. സ്പൈനൽ കോഡിന് നല്ല ഷോക്കാണ് കിട്ടിയിരിക്കുന്നത്. എഴുന്നേറ്റിരിക്കുന്ന കാര്യം സംശയമാണ്. ഇപ്പോൾ കോമ സ്റ്റേജിലാണ് രഘുനന്ദൻ. സാർ, നന്ദന് റിക്കവറി ഉണ്ടാവില്ലേ? നേരിയ ചാൻസ് ഇല്ലാതില്ല. അറ്റ് പ്രസന്റ് നമുക്ക് അയാളുടെ റിക്കവറിയെ പറ്റി ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. കുറച്ചുനാൾ ഈ സ്റ്റേജിൽ തന്നെ തുടരേണ്ടി വരും. നന്ദന്റെ തുടർ ചികിത്സയ്ക്ക് അതിനെന്താ ചെയ്യേണ്ടത്? 2 ദിവസം കൂടി നമുക്കിവിടെ കെയർ ചെയ്യാം. അത് കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുപോയി കെയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇവിടെ തുടരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അത് എനിക്കൊരു പ്രശ്നമാണല്ലോ സർ. എന്താണ് പ്രശ്നം? ഞാനിപ്പോ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാ സർ. ബിസിനസ് കാര്യങ്ങളെല്ലാം സിംഗപ്പൂരിലാ. ഉടനടി എനിക്കവിടെ എത്തേണ്ടതുണ്ട്. ഞാനും നന്ദനും ഒരുമിച്ച് പോകാനിരുന്നതാ. ഇനിയത് നടക്കില്ലല്ലോ. നന്ദനെ ഈ അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നും കൂടി. നിങ്ങൾക്ക് അയാളെ വീട്ടിൽ കൊണ്ടുപോയി കെയർ ചെയ്യാമല്ലോ. ഒരു ഹോം നേഴ്സിനെ നിർത്തി പരിഹരിക്കാവുന്നതേ ഉള്ളൂ. മറ്റു വഴികളൊന്നും ഇല്ലെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഗൗരവമായിട്ട് ആലോചിക്കാം. താങ്ക് യു സർ. വെൽക്കം. ഹലോ, നന്ദൻ കോമയിലാ. സിംഗപ്പൂരിലേക്ക് വരുന്ന കാര്യം നടക്കില്ല. അത് ഉടനെ ചെയ്യേണ്ടതാണോ? ശരി, ഞാൻ വന്ന ശേഷം ചെയ്യാം. ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കാം. ഹലോ, ആ പറഞ്ഞോളൂ. നന്ദന് വരാൻ കഴിയില്ല. അതെ അതെ, ഒന്ന് വീണതാ. ഇങ്ങനെ ആവൂന്ന് കരുതിയില്ല. റിക്കവർ ആവാൻ കുറെ സമയമെടുക്കുന്നാ ഡോക്ടർ പറയുന്നേ. എന്ത് ചെയ്യാനാ ഫ്രെഡി? ഞാനിവിടെ പെട്ടുപോയ അവസ്ഥയിലാ. ഫ്രെഡി കമ്പനി മാനേജറാണല്ലോ. നന്ദനും ബിസിനസ്സും എല്ലാം കൂടി അമ്മയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഞാൻ ഉടനെ എത്തും. അതെല്ലാം ഞാൻ വന്നിട്ട് ഡിസ്കസ് ചെയ്യാം. ശരി. അമ്മേ, എന്താ അമ്മേ പ്രശ്നം? എനിക്ക് സിംഗപ്പൂർ ഉടനെ പോയേ പറ്റൂ. അങ്കിളെ അവസ്ഥ കിടക്കുമ്പോ അമ്മ പോവാണോ? നന്ദൻ വീണത് എനിക്ക് വലിയ തലവേദനയാ. നന്ദൻ ഉടനെ ഒരു റിക്കവറി ഇല്ല. നന്ദൻ ഇവിടെ തന്നെ അക്കോമഡേറ്റ് ചെയ്തിട്ട് പോവുകയല്ലാതെ വേറെ വഴിയില്ല. സിംഗപ്പൂർ ഉടനെ എത്തിയില്ലെങ്കിൽ ബിസിനസ് എല്ലാം പ്രശ്നത്തിലാവും. നന്ദനെ കെയർ ചെയ്യാൻ ഞാനൊരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അയാൾ നാളെ എത്തും. അപ്പൊ പിന്നെ അമ്മ ഞാനെന്ത് ചെയ്യും? അമ്മ, ഞാൻ കോളേജ് ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോക്കോട്ടെ?
അമ്മയില്ലാതെ ഞാനിവിടെ താമസിക്കില്ല. ഞാൻ ഹോസ്റ്റലിലേക്ക് പോവാം. ഞാൻ ആവശ്യപ്പെട്ട കാര്യം നീ ചെയ്തു തന്നിട്ടില്ല. ഇനി അതിന്റെ പിന്നാലെ പോകാനുള്ള നേരവും ഇല്ല. എല്ലാം കൊണ്ടും പ്രതിസന്ധിയിലായി. അമ്മ, എന്റെ കാര്യത്തിൽ അമ്മ ഒരു തീരുമാനം പറ. എന്തായാലും നീ കോളേജ് ഹോസ്റ്റലിലേക്ക് തിരിച്ചു വയ്ക്കോ. നിന്നെ കോളേജിലേക്ക് അയച്ചു എന്ന് കരുതി ഞാൻ ആവശ്യപ്പെട്ട കാര്യത്തിൽ നിന്ന് പിന്മാറിയിട്ടൊന്നുമില്ല. ആ കാര്യത്തിനായി ഞാൻ വീണ്ടും വരും. രഘുനന്ദൻ റിക്കവറി ചെയ്താലുടൻ നീ എനിക്കത് ചെയ്തു തന്നേ പറ്റൂ. നാളെ നൈറ്റ് ഫ്ലൈറ്റിന് ഞാൻ പോവും. നീ രാവിലെ തന്നെ പുറപ്പെട്ടോളൂ. നീ ജയിച്ചെന്ന് കരുതണ്ട. ഇവിടുത്തെ സാഹചര്യങ്ങൾ നിനക്ക് അനുകൂലമായി. അതിനെ ജയമായിട്ട് കാണണ്ട. എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത ഈ അമ്മയോട് ഞാനെന്ത് പറയാനാ? എന്തായാലും ഇവിടുത്തെ ജയിൽ ജീവിതം തീർന്നു കിട്ടി. ആരവ ഇതിന് കാരണം? ആരവ്, താങ്ക് യു.